എന്നോട് കുറച്ച് പേര് ചോദിച്ച് കായലിൻ്റെ തീരത്ത് താമസിക്കുന്നതല്ല ഈ ഹൗസ് ബോട്ട് ശരിക്കും അടുക്കുന്നത് എങ്ങനെയാണ്? ബോട്ടുകളുടെ രീതി എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന് ബ്രേക്കോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതിനകത്തുള്ള ഫോർവേഡ്, ന്യൂട്രൽ, അതായത് പിന്നെ റിവേഴ്സ്, ഇത് രണ്ടേ ഉള്ളൂ. ഇതനുസരിച്ച് ഇത്രയും ടൺ ഹെവിയുള്ള ഈ വലിയൊരു വള്ളം കൃത്യമായി കൊണ്ടുവന്ന് എങ്ങനെ കരയിലിടിക്കാതെ ബോട്ടുകൾക്ക് അപകടം സംഭവിക്കാതെ കൊണ്ടുവന്ന് അടുപ്പിക്കുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. ബോട്ടിൻ്റെ ഡ്രൈവറെ സാധാരണ വിളിക്കുന്നത് സ്രാങ് എന്നാണ്. ഈ ബോട്ട് ഇപ്പോൾ വേമ്പനാട്ട് കായലിലേക്ക് അകലയിൽ നിന്ന് കരയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടായിരുന്നു. ബോട്ട് കരക്കിലോട്ട് വരുമ്പോൾ തന്നെ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇവർ നോക്കും. ഏത് വശത്തുനിന്ന് കാറ്റുണ്ട്, കാറ്റ് ഈ ബോട്ടിനെ ഏത് വശത്തോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഏത് സ്പീഡിൽ കരയിലേക്ക് വരണം, അത് കഴിഞ്ഞ് ഏത് സൈഡ് ചേർന്ന് വരണം, അപ്പോൾ കാറ്റാണ് അതിനെതിരായി വരണം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ സ്രാങ്ക്. പുള്ളിയുടെ ഇതിലാണ്, ആ ഒരു ടൈമിങ്ങിലാണ് ഈ ബോട്ട് കരയിലേക്ക് വരുന്നത്. എങ്ങും മുട്ടാതെ, കുറ്റികളെ ഒന്നും തട്ടാതെ, സൈഡിലൊന്നും തട്ടാതെ, അപ്പോൾ സ്പീഡെല്ലാം പുള്ളി കറക്റ്റ് ചെയ്തിരിക്കുകയാണ് ബോട്ടിൻ്റെ. ബോട്ട് ഏകദേശമൊക്കെ കരയിൽ നിന്ന് 5-10 മീറ്റർ മാത്രം ദൂരെയായി. ഈ വെള്ളത്തിലിപ്പോൾ ഫോറിനേഴ്സാണ്, ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ ഈ ബോട്ടിലുള്ളത്. ഇപ്പം അതിൻ്റെ സ്പീഡ് പുള്ളി കറക്റ്റ് ചെയ്യും. കുറച്ച് ഫ്രണ്ട് കൊടുക്കും, കുറച്ച് റിവേഴ്സ് കൊടുക്കും. അങ്ങനെ ഈ വെള്ളം കരയിലേക്ക് കൃത്യമായി കൊണ്ടുവന്ന് അടുപ്പിക്കും.